പഹൽഗാം ആക്രമണം ഇത്രയൊക്കെ സംഭവിച്ചു, സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് പറയുന്നതിനകത്ത് കാര്യമുണ്ട്. സുരക്ഷാ വീഴ്ച എന്ന് പറയുന്നവർക്ക് പിന്നെ എന്തും പറയാമല്ലോ. ഇപ്പൊ അതാണല്ലോ നമ്മൾ കാണുന്ന രാഷ്ട്രീയ സംസാരം എന്ന് പറഞ്ഞാൽ എന്തും വിളിച്ചു പറയുക എന്നുള്ളതാണ്. അതിനൊരു ആധാരം ഉള്ള രീതിക്കല്ല സംസാരിക്കുന്നത്. പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ 2001 ശേഷ്നാഗ് തടാകത്തിന്റെ അടുത്താണ് അവസാനമായി വിനോദസഞ്ചാരികൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. 24 വർഷം മുന്നേ. അതിനുശേഷം ആക്രമണം ഉണ്ടായിട്ടുണ്ട് തീർത്ഥാടകർക്ക് നേരെ. 2024 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അധികാരമേൽക്കുന്ന അന്ന് ഒരാക്രമണം ഉണ്ടായി. അതും തീവ്രവാദികൾ വെടിവെച്ചത് തീർത്ഥാടകർക്ക് നേരെയാണ്, വിനോദസഞ്ചാരികൾക്ക് നേരെയല്ല. സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ സുരക്ഷാ വീഴ്ചയായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ കാണാം. കാരണം ഭാരതീയരായ ഏതൊരു പൗരന്റെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളത് ഭാരതത്തിന്റെ കടമയാണ്, ഭരിക്കുന്ന സർക്കാരിന്റെ കടമയാണ്. അത് സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ സുരക്ഷാ വീഴ്ച വന്നിട്ടുണ്ട്. പക്ഷെ പ്രതീക്ഷിക്കാത്ത ഒരു കോണിൽ നിന്നൊരു ആക്രമണം വന്നിട്ടുണ്ട്. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. അതായത് ഈ സുരക്ഷാ വീഴ്ച ഇപ്പോൾ ഉണ്ടായെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള നിരവധി ആക്രമണങ്ങൾ നമ്മൾ തകർത്തിട്ടുണ്ടാവും, ഇല്ലേ? തീർച്ചയായിട്ടും. അത് എനിക്ക് തോന്നുന്നു മൊസാദാണ് അത് ഏറ്റവും പോപ്പുലർ ആക്കിയതെന്ന് തോന്നുന്നു. തീവ്രവാദികൾക്ക് ഒരു പ്രാവശ്യം ജയിച്ചാൽ മതി ഗവൺമെന്റിന് അത് എല്ലാ പ്രാവശ്യവും അതിനെ തകർക്കുക, ആ ആക്രമണത്തെ തകർക്കുന്നിടത്താണ് ഗവൺമെന്റിന്റെ വിജയം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു മൊസാദാണ് പറഞ്ഞതെന്ന് തോന്നുന്നു.